പ്രിയപ്പെട്ട കൂട്ടുകാരെ, കെമിക്കൽ കോർഡിനേഷനിലെ കുറച്ച് ഗ്ലാൻഡുകൾ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗം കൂടി വൃത്തിക്ക് പഠിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഗൊണാഡ്സ് ആയിട്ടുള്ള ടെസ്റ്റിസും ഓവറിയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ബയോട്ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. പുരുഷന്മാരിൽ ഒരു പെയർ ടെസ്റ്റിസാണ് ഉണ്ടാവുക. ലോവർ അബ്ഡമിനലിൽ നിന്നും ടോട്ടൽ സാക്ക് എന്ന് വിളിക്കുന്ന സാക്കിൽ ഹാങ് ചെയ്തതുപോലെയാണ് പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടാവുക. അതായത് അബ്ഡമിന് പുറത്തുള്ള സ്ക്രോട്ടം എന്ന് വിളിക്കുന്ന സാക്കിനുള്ളിലാണ് ടെസ്റ്റിസ് ഉള്ളത്. ടെസ്റ്റിസ് രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഡുവൽ ഫങ്ഷൻസ് ആണ് ടെസ്റ്റിസിന്. രണ്ടിനും വേറെ വേറെ ഫങ്ഷനൊന്നും അല്ല കേട്ടോ, അത് മറക്കണ്ട. രണ്ട് ഫങ്ഷൻ ഉണ്ട് എന്ന് ഉദ്ദേശിച്ചുള്ളൂ. ടെസ്റ്റിസ് പ്രൈമറി സെക്സ് ഓർഗനായിട്ടും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് സ്പേമിനെ അല്ലെങ്കിൽ ഗ്യാമിറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഫങ്ഷനാണ് അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായും വർക്ക് ചെയ്യുന്നു. അതായത് സെക്സ് ഹോർമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ടെസ്റ്റിസിന്റെ ഡീറ്റെയിൽസ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അപ്പോഴാവാം. ടെസ്റ്റിസിന്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. പേര് കേൾക്കുമ്പോഴേ അറിയാം, സെമൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്പേം ഉണ്ടാവുന്ന അഥവാ സ്പെർമാറ്റോജനസിസ് നടത്തുന്ന ട്യൂബ്യൂൾസിനാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഒക്കെ ഇടയിലായി ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂസ് അല്ലെങ്കിൽ സ്ട്രോമൽ ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഭാഗം കൂടി ടെസ്റ്റിസിനുള്ളിലുണ്ട്. ഈ ഇന്റർസ്റ്റീഷ്യൽ ടിഷ്യൂവിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ള എൻഡോക്രൈൻ പാർട്ട്. അതായത് ഈ ലേഡിക് സെൽസ് ആണ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രോ എന്ന് കേട്ടാൽ തന്നെ മെയിൽ കണക്റ്റഡ് ആണ് ആ വേർഡ് അല്ലേ. ആൻഡ്രീഷ്യം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മെയിൽ ജനറേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ആൻഡ്രോജൻസ് എന്ന് വിളിക്കാം. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൻഡ്രോജൻ ആണ് ടെസ്റ്റോസ്റ്ററോൺ. പേര് കറക്റ്റ് പറയുന്നുണ്ട്, ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ ആണെന്ന്. ക്ലിയർ അല്ലേ? ടെസ്റ്റോസ്റ്ററോൺ ഒരു മെയിലിനെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ മെയിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മിടുക്കനായ ഹോർമോണാണ്. ഇത് മെയിൽ ആക്സസറി സെക്സ് ഓർഗൻസ് ആയ എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, യുറീത്ര തുടങ്ങിയവയുടെയൊക്കെ ഡെവലപ്മെന്റ്, മച്ചുറേഷന്, ഫങ്ഷൻസ് എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നു. ഇതിനൊക്കെ പുറമെ മെയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മസ്കുലാർ ഗ്രോത്ത്, ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ. ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, മീശ, താടി, അതേപോലെ ആംപിറ്റിൽ ഒക്കെ ഹെയർസ് ഉണ്ടാക്കുക. അത് മാത്രമല്ല ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഹെയർ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കൊണ്ടുവരുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. അതേപോലെ സൗണ്ട് ബോക്സിനെ അഥവാ ലാരിങ്സിനെ വലുതാക്കി വോക്കൽ കോഡ്സിനെയൊക്കെ ചേഞ്ച് വരുത്തി ലോ പിച്ച് വോയിസ് ഉണ്ടാക്കുന്നത്, ആ മെയിലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ആണ്. അതേപോലെ അഗ്രസീവ് നേച്ചർ, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന തരം, ആ അഗ്രസീവ് നേച്ചർ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ സ്പെർമാറ്റോജനസിസിനെ അഥവാ സ്പേം പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ടെസ്റ്റോസ്റ്ററോൺ ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ മെയിലിന്റെ സെക്ഷൽ ബിഹേവിയർ, ലിബിഡോ ഉണ്ടാക്കുന്നതിനും ടെസ്റ്റോസ്റ്ററോൺ കാരണമാവുന്നു. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ടെസ്റ്റോസ്റ്ററോൺ ആണ്. അതേപോലെ തന്നെ പ്രോട്ടീനിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും ഒക്കെ അനാബോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മെറ്റബോളിസം അഥവാ അനാബോളിക് എഫക്ട്സ് ഉണ്ടാക്കാൻ ടെസ്റ്റോസ്റ്ററോൺ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആൺകുട്ടിയെ ആണാക്കി മാറ്റുന്നതിന് വേണ്ടതെല്ലാം ചെയ്യുന്നത് ടെസ്റ്റോസ്റ്ററോൺ ആണ്. ഇതാണ് ടെസ്റ്റിസിനെ പറ്റി തൽക്കാലം നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം സെക്കൻഡ് ഇയറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഈ ടെസ്റ്റിസിന്റെ ഫീമെയിൽ വേർഷനായ ഓവറിയിലേക്ക് വരാം. അതിനു മുമ്പ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ നടന്നോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാട്ടോ. അപ്പം നേരെ ഓവറിയിലേക്ക് വരാം. ഇവിടെയും ഒരു പെയർ ഓഫ് ഓവറീസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഇത് ടെസ്റ്റിസിനെ പോലെ അബ്ഡമിൻ്റെ പുറത്തല്ല, അബ്ഡമിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഓവറിക്കും ഡുവൽ ഫങ്ഷൻ ഉണ്ട്. ഒരേ സമയം ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഥവാ ഊജനസിസ് നടത്തുന്ന പ്രൈമറി സെക്സ് ഓർഗനായും അതോടൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഫീമെയിൽ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയും ഓവറിക്കുണ്ട്.
ഇത് രണ്ടും സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്, ഇസ്ട്രജനും പ്രൊജസ്റ്ററോണും. പേരിൽ തന്നെ രണ്ടിലും ആ ഒരു സ്റ്റീറോയിഡിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടും സ്റ്റീറോയിഡ് ഹോർമോൺസ് ആണ്. ഓവറിയുടെ അനാട്ടമിയിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ ഒവേറിയൻ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസുമാണ് ഉണ്ടാവുക. ഈ ഒവേറിയൻ ഫോളിക്കിൾസിലെ ഗ്രോയിങ് ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് ഇസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുക. പിന്നീട് ഈ ഫോളിക്കിൾസ് ഓവുലേഷന്റെ സമയത്ത് പൊട്ടുകയും ഓവം പുറത്തു പോവുകയും ചെയ്താൽ ഈ ഫോളിക്കിൾ അഥവാ ഗ്രാഫിയൻ ഫോളിക്കിള് പിന്നീട് കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ഫോളിക്കിൾസ് ആണ് ഇസ്ട്രജനെ സെക്രീറ്റ് ചെയ്യുക. ഓവുലേഷന് ശേഷം ഈ ഭാഗം പിന്നീട് കോർപ്പസ് ലൂട്ടിയമാവും. ആ കോർപ്പസ് ലൂട്ടിയമാണ് പിന്നീട് പ്രൊജസ്റ്ററോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. മറക്കരുത്, കീ പോയിന്റ് ആണ്. ഒരു പെൺകുട്ടിയെ പെണ്ണാക്കി മാറ്റാൻ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഇസ്ട്രജൻ. ഒരുപാട് കാര്യങ്ങൾ ഇസ്ട്രജൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഫീമെയിൽ സെക്കൻഡറി അല്ലെങ്കിൽ ആക്സസറി സെക്സ് ഓർഗൻസിന്റെ ഗ്രോത്ത്, അതായത് ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ ഗ്രോത്തും ആക്ടിവിറ്റീസിനെയും ഒക്കെ നിയന്ത്രിക്കുക. ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ്, അതേപോലെ മാമറി ഗ്ലാൻസിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഹൈ പിച്ച് വോയിസ് പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇസ്ട്രജനാണ് ചെയ്യുക. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ അടക്കം ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതും ഇസ്ട്രജനാണ്. ഇനി പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. പേരിൽ തന്നെ ഉണ്ട്, ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയാണ്. അപ്പോൾ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. മറക്കരുത്. മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിൽ മാമറി ഗ്ലാൻഡിന്റെ ഉള്ളിലുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന മാമറി ആൽവിയോലൈ എന്ന് പറഞ്ഞ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ ഫോർമേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും മിൽക്ക് സെക്രീഷന് സഹായിക്കുന്നതും ഒക്കെ പ്രൊജസ്റ്ററോൺ ആണ്. ഈ രണ്ട് ഹോർമോണും ചേർന്നാണ് മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫീമെയിലിന്റെ സകലമാന ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ ചെയ്യുന്നത് ഇസ്ട്രജനും പ്രൊജസ്റ്ററോണുമാണ്. റെഡിയല്ലേ? സെക്കൻഡ് ഇയറിൽ ഈ രണ്ട് ഹോർമോണിനെ പറ്റിയും ഓവറിയെ പറ്റിയും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.